ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഇന്ന് ഒരു ചക്കപ്പുഴുക്കും ചിക്കൻ പെരട്ടും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കുറച്ച് ഫ്രോസൺ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ചക്കയൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഫ്രോസൺ ആക്കി വെച്ചാൽ നമുക്ക് കുറേ നാളത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകി നമുക്ക് കുക്ക് ചെയ്യേണ്ട പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പം അതിനുശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു 3-4 വെളുത്തുള്ളി, 1/4 ടീസ്പൂണ് ജീരകം, ചെറിയ ജീരകമാണ്, പിന്നെ പച്ചമുളക് എരിവിന് ആവശ്യത്തിനുള്ളത്, പിന്നെ കറി ലീവ്സ്, പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങയും കൂടെ ചേർത്ത് നമുക്ക് അരപ്പൊന്ന് റെഡിയാക്കാം. ഇതൊന്ന് ചതച്ചെടുത്താൽ മതി, ഒത്തിരി അരച്ച് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന ചക്കയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ധാരാളം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ചക്കയിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. പിന്നെ അധികം വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് ഇത് അടുക്കി പിടിക്കാതെ ഇരിക്കാനും ശ്രദ്ധിക്കണം. മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കുറച്ച് ഒഴിച്ച് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പെരട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനാവശ്യമായിട്ട് ഉള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് പേസ്റ്റാക്കി എടുക്കുകയാണ്. ഒന്ന് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. സെയിം ജാറിലേക്ക് തന്നെ ഒരു മീഡിയം സൈസ് 2 തക്കാളി എടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് നമ്മളൊന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 3-4 മീഡിയം സവാള നമുക്കൊന്ന് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചിക്കൻ വെക്കാനുള്ള പാത്രം നമ്മൾ ചൂടായതിന് ശേഷം അതിലേക്ക് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി, ഞാൻ 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. അതായത് 2 ടേബിൾ സ്പൂണ്. എൻ്റെ സ്പൂണ് വേറെ ഇതായതുകൊണ്ടാണ് അളവ് ഞാൻ കറക്റ്റായിട്ട് പറയുന്നത്. ടേബിൾ സ്പൂണാണ് അളവ്. മറ്റേ ഞാനിടുന്ന സ്പൂണിൽ അളവ് ചെറിയ സ്പൂണിനാണ് ഇടുന്നത്. ടേബിൾ സ്പൂൺ കണക്ക് വെച്ചാകുമ്പോൾ അതൊരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുണ്ട്. പിന്നെ കാശ്മീരി ചില്ലിയാണ് നമ്മൾ ചേർക്കുന്നത്. അതും നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ട് നിങ്ങൾ ചേർക്കുക. പിന്നെ നമ്മൾ ചിക്കൻ മസാല, പെപ്പർ പൗഡർ, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ അതിനുശേഷം അതൊന്ന് കരിഞ്ഞു പോകാതെ മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം അത് നന്നായിട്ടൊരു ഫ്ലേവർ നമുക്ക് വരുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ചിക്കൻ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്കിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. ആ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം മാത്രമേ നമ്മൾ അതിലുള്ളൂ, വേറെ ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരുന്ന ടൊമാറ്റോ പേസ്റ്റും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി
പേസ്റ്റ്, അതിൻ്റെ കൂടെ പച്ചമുളകും കൂടെ ഉണ്ട്, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി വീണ്ടും യോജിപ്പിക്കുക. ഇപ്പോൾ ഒരു നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന സമയമാണ്. നല്ലൊരു സ്മെല്ലായിരിക്കും ഇതിന്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് നിൽക്കുന്ന സവോളയും കൂടെ ചേർത്ത് കൊടുക്കുക. വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ ഗ്രേവി എല്ലാ ഇതിലേക്കും പിടിക്കുന്ന പോലെ, ആ സവോളയിലേക്കും ചിക്കനിലേക്കും ഒക്കെ നന്നായിട്ട് പിടിക്കുന്ന പോലെ നമ്മൾ മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത് വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറി ലീവ്സോട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചക്കയും ചിക്കൻ പെരട്ടും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.